ഈശോയിലെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉപദ്രവിക്കുകയും നിങ്ങളെ ചൂഷണം ചെയ്യുകയും നിങ്ങളുടെ പേര് കളങ്കപ്പെടുത്തുകയും നിങ്ങളെല്ലാ തരത്തിലും മാനസികമായിട്ടും വെർബലി അല്ലെങ്കിൽ ഫിസിക്കലി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യവും നിങ്ങൾ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ ദൈവം എന്താ നിങ്ങളോട് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കൺക്ലൂഷനിൽ ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ ദൈവം ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യന് എത്തിക്സ് ഇല്ല. അതായത് അവൻ ഈ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി തിന്മ ഏത് രൂപവും എടുക്കും. അപ്പം അത് ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രതികാരം ഞാൻ ചെയ്തോളാം. ദൈവത്തിനെല്ലാം അറിയാം, സർവ്വജ്ഞാനത്തിൻ്റെ ഉടയവനാണ് അവിടുന്ന്. അപ്പം നിങ്ങളെ ഉപദ്രവിക്കാനുള്ള മനുഷ്യരോട് നിങ്ങളായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധം നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾക്ക് എപ്പോൾ അത് എന്തുമാത്രം നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും അത് നിങ്ങളുടെ ആത്മാവിന് എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും അറിയാത്തത് കൊണ്ടാണ് ദൈവം പലപ്പോഴും പ്രതികാരം എൻ്റേതാണ്, നീ ശാന്തമായിട്ടിരുന്നാൽ മതി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇങ്ങനെ സ്ട്രഗിൾസ് ഉണ്ടായ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം പറയുക ദൈവത്തിന് നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന്. പക്ഷെ അതിനെ ദൈവം നടുക്ക് തന്നെ നമ്മളെ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് നമ്മളോട് അത് നീയായിട്ട് ഒന്നിനും പോകണ്ട എന്ന് പറയാം, നീ അവിടെ നിൽക്കണം, നീ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, നീയായിട്ട് ഒന്നും ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര സ്ട്രഗിളാണ്. ഇത് മറ്റേ ഗസ്തമാനിലെ യേശുക്രിസ്തു സഹിച്ച സഹനം പോലെയാണ്. അവനറിയാം പാനപാത്രം കുടിക്കേണ്ടതാണെന്ന്, പക്ഷെ മാനുഷികമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. പക്ഷെ അപ്പം എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുക? അപ്പം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. കുരിശിൽ കയറി കിടന്നപ്പോഴും യേശുവിന് വേണമെങ്കിൽ കൈ അനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോകം മുഴുവൻ ഇല്ലാതാക്കണമെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ണ് ചിമ്മിയാൽ പോലും ഈ ലോകം ഇല്ലാതാകാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ദൈവത്തിൽ നിന്നുമാണ് ഈ ലോകം ഉണ്ടായത്. പക്ഷെ എന്നിട്ട് അവൻ നിസ്സഹായനാകാനും 2 കൈയും ഇങ്ങനെ കുരിശിൽ തറച്ച് കിടക്കാനും ഒക്കെ തീരുമാനിക്കുന്നതിന് പുറകിൽ ഒരു പർപ്പസ് ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ഈ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് പുറകിൽ എനിക്കൊരു പർപ്പസ് ഉണ്ട്. അപ്പം എനിക്ക് എന്തോ ചെയ്യാം, എനിക്കറിയാം ഹുവാമ, അല്ലെങ്കിൽ ഞാൻ എന്താ, യേശുവിനെ അറിയാം യേശു ആരാണെന്നും യേശുവിന് എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെന്നും ഇതൊന്നും അല്ല വലിയ പ്രാധാന്യമുള്ള കാര്യമെന്ന്. അതായത് പുരുഷമരണത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. അപ്പം നിങ്ങൾക്കും ഒരു കാരണമുണ്ടാവും. അതായത് നിങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ നിങ്ങൾക്കൊരു കാരണമുണ്ട്. ഇപ്പോൾ പറയില്ല നമ്മൾ ചില പ്രശ്നങ്ങളിലേക്ക് പോകില്ല, കാരണം നമുക്കൊരു ഫാമിലി ഉള്ളതാണ്, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നമുക്ക് പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ട, കാരണം അത് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക, നമ്മുടെ ചോയ്സാണ്, നമ്മൾ വേണ്ടെന്ന് വയ്ക്കുവാണ്. അതൊരു തോൽവിയല്ല, അതൊരു വിവേകമാണ്. അപ്പം ചില മനുഷ്യന്മാരോട് നിങ്ങൾ യുദ്ധത്തിന് പോകാതിരിക്കുന്നത് ഒരു പരാജയമല്ല, അതൊരു വിവേകമാണ്. നമുക്ക് ചില മനുഷ്യന്മാരുടെ യുദ്ധത്തിന് പോകാൻ പറ്റില്ല, കാരണം അവരുടെ ഉള്ളിലുള്ള എനർജി, അവരുടെ ഉള്ളിലുള്ള തിന്മയുടെ ശക്തി ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുക, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ അവരെ പോലെ ആക്കി തീർക്കുക. ഇപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ വന്ന സാത്താനാണ് ആദ്യത്തെ ഹവ്വയുടെയും കഥയിൽ. പക്ഷെ സ്നേഹത്തിൻ്റെ പേരിലല്ല, നല്ല തിന്മയുടെ രൂപത്തിൽ തന്നെ വരും. ദേഷ്യപ്പെടുത്തിയും ഇറിറ്റേറ്റ് ചെയ്തും നിങ്ങളും മോശം വാക്കുകൾ പറയാൻ തുടങ്ങും. അതായത് നിങ്ങളെ ടോക്സിക്കായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ഒരു ആളെ നിങ്ങൾ വർഷങ്ങളോളം അയാളിലൂടെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് അവസാനം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ടോക്സിക്കായി മാറുകയാണ്. നിങ്ങൾ ശരിക്കും നന്മയിലേക്കാണ് പോകേണ്ടത്. അതായത് ടോക്സിസിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ വെട്ടം കെടാതെ നിങ്ങൾ സൂക്ഷിക്കുമ്പോഴാണ് തിന്മ പരാജയപ്പെടുന്നത്. പക്ഷെ ഈ ടോക്സിസിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് അവസാനം നിങ്ങളും ടോക്സിക്കായി മാറുകയാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഭർത്താവിൻ്റെ NPD ഉള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ താമസിച്ച ഒരു ഭാര്യ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ NPD ഉള്ള ഒരാളെപ്പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ പേടിപ്പിക്കാനും മറ്റുള്ളവരെ കാരണം ആ ബ്രെയിൻ ആ ഒരു പാറ്റേണിലേക്ക് പോയി. അപ്പോൾ അതൊരു നമ്മുടെ പരാജയമാണ്. അതായത് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തിന്മ തോൽക്കുന്നത് ഞാൻ ആ തിന്മയാൽ പിടിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. പക്ഷെ ഞാൻ നന്മയിൽ തുടരാന്നിരിക്കുമ്പോഴാണ്. പക്ഷെ തിന്മ ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങി, ഞാനും അതേപോലെ സംസാരിക്കാനും പ്രതികരിക്കാനും അങ്ങനത്തെ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ദാറ്റ് മീൻസ് നമുക്ക് പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും. അതായത് അവിടെ നിന്ന് ചീത്ത വിളിക്കുന്നു, നമ്മളും ചീത്ത വിളിക്കുന്നു, വാവ് നമുക്ക് അങ്ങനത്തെ ഒന്നും ഓക്കെ, നമ്മളോട് മുട്ടാൻ അവർക്ക് പറ്റില്ല, നമ്മൾ ആരാ നമ്മൾ കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതൊരു ആത്മാവിൻ്റെ തലത്തിൽ അതൊരു തോൽവിയാണ്. അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും നമുക്കതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് സക്സസ്. അതാണ് നമ്മൾ അവിടെ ആ വിഷയത്തിലുള്ള നമ്മുടെ വിജയം അവിടെയാണ്. കാരണം ആ തിന്മയ്ക്ക് നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല.
അപ്പം നിങ്ങളെ ഉപദ്രവിക്കുന്ന മനുഷ്യന്മാരോട് പ്രതികരിക്കണോ പ്രതികരിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? കാരണം യേശുവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ദൈവം ഒരു പദ്ധതിയുമായിട്ടാണ് ഈശോഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ദൈവം വേറൊരു വചനം നിങ്ങൾക്ക് തരും, ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കണം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അതിനു വേണ്ടി നിങ്ങളെ എനർജി കളയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ മനുഷ്യന്മാരെയൊക്കെ കുറിച്ച് ആലോചിച്ചിരുന്ന് നാളെ അവനെ എങ്ങനെ പാരവയ്ക്കാം, അല്ലെങ്കിൽ അവനെ എങ്ങനെ ശരിയാക്കാം എന്നൊക്കെ ആലോചിച്ച് അത്ര എനർജിയൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി കളയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. അതിലും ഭേദം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യല്ലേ, അതിനൊരു വില കൊടുക്കാതിരിക്കുക, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അതിനെ നേരിടാനായിട്ട് സാധിക്കും. ചില സമയത്ത് നിങ്ങൾ നിലപാടുകൾ എടുക്കുകയും പ്രതികരിക്കുകയും വേണം, പക്ഷെ എപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊരു പരാജയമല്ല, അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. അത് നിങ്ങളുടെ ഭീരുത്വമല്ല, അത് നിങ്ങളുടെ വിവേകമാണ്. അപ്പോൾ എന്നെ അടിക്കുന്നവനെ തിരിച്ചടിക്കുന്നതാണ് ബലം എന്നാണ് സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത്. അതല്ല, അവൻ എന്നെ അടിക്കുന്നു, അത് അവൻ്റെ അറിവ് അതാണ്. ഞാൻ തിരിച്ചടിക്കുന്നില്ല, കാരണം എനിക്ക് അറിയാം അടിക്കണമെന്നല്ല ഒരു ഹീറോയിസം എന്നെനിക്കറിയാം എന്ന് പറയുമല്ലേ, അതുപോലത്തെ ഒരു തിയറിയാണ്. അപ്പം തിന്മ നിങ്ങളെ ജയിക്കുന്നതിൻ്റെ ഉള്ള വേറൊരു മെത്തേഡാണിത്, നിങ്ങൾ തിന്മ ചെയ്യുന്ന ആളായിട്ട് മാറുക എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ ചുറ്റുമുള്ള മനുഷ്യന്മാർ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ നാവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടി ആത്മീയമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെംപ്ടേഷൻസ് ഉണ്ടായത് ഈ നാക്കിനെ കുറിച്ച്. പിന്നെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്ന വരെയും ഞാൻ പൊട്ടിത്തെറിക്കുന്ന വരെയും ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളിങ്ങനെ ഇരുട്ടെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത പോലെയാണ്. അതായത് ഞാൻ തോറ്റു, എനിക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. സോ നമ്മളെയൊക്കെ വിളിച്ചിട്ടുള്ളത് വിലയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ എനർജി കളയാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കരുത്താർജിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്ന് ഉള്ളത് നിങ്ങൾക്ക് മാനസിക ബലം എന്തുമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. ഞാനെന്ന് വെച്ചാൽ ആരാണ് എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുമ്പോൾ അത് ഇറ്റ്സ് ഓക്കെ എന്നൊരു തോട്ടിൽ അതല്ല ഞാൻ എന്നെനിക്കറിയാം, അല്ലേ? നമ്മളതല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളതിൽ ഇറിറ്റേറ്റഡ് ആവാൻ പാടില്ല. ഇതൊക്കെ മാനുഷികമായി നമുക്കുണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ തിയറി ഇതാണ്, ഇതിങ്ങനെയാണ് ദൈവം എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ കരുത്താർജിക്കണം, റെസിലിയൻസ് എന്ന് പറയൂലേ. നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ ടെംപ്റ്റ് ചെയ്യുകയോ പ്രകോപിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാത്ത പോലെ നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകണം. ഇപ്പം എനിക്ക് ചുറ്റും കുറേ പേര് നിന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് അവിടെ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യരുണ്ട് അവർ തരുന്ന കുറേ നല്ല ഇമോഷൻസ് ഉണ്ട്, ഞാൻ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഈ വെറുപ്പിലും ഹെയ്റ്റിലും അല്ല. അപ്പോൾ ഇതൊന്നും എന്നെ തൊടുന്നില്ല. നിങ്ങൾക്ക് നേരെ അമ്പുകൾ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങളെ തൊടുന്നില്ല. അപ്പോൾ ഇത് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണ്. എന്നെ അങ്ങോട്ട് തൊട്ടോട്ടെ, അല്ലെങ്കിൽ ഈ അമ്പൊക്കെ വന്ന് എന്നെ തറച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കണം. ഇതുകൊണ്ട് അലവ് എനിവൺ അവരെ ഇങ്ങനെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി നിങ്ങൾ അലവ് ചെയ്യരുത്. പിന്നെ അതിനർത്ഥം ഇതൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം? ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ചിന്തിക്കരുത്. അതായത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതും നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നതും തെറ്റല്ല. പക്ഷെ ഒരു വിവേകമുള്ള മനുഷ്യനറിയാം അവനെ എപ്പം മിണ്ടാണ്ടിരിക്കണം, എപ്പം മിണ്ടണം എന്നുള്ളത്, അല്ലേ? ആ ഒരു കാര്യം നമുക്കറിയണം. ആ ഒരു സംഗതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അതല്ലാതെ ഇപ്പം ഇവിടെ പ്രതികരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട്, അതായത് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടാവും, മിണ്ടേണ്ട കാലഘട്ടം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മിണ്ടുമ്പോഴും ഓർക്കണം, തിന്മയെ നമുക്ക് ഒരിക്കലും തിന്മ കൊണ്ട് ജയിക്കാൻ പറ്റില്ല. ചില സമയത്ത് ആത്മസംയമനം കൊണ്ടും ക്ഷമ കൊണ്ടും മിണ്ടാതിരുന്നു കൊണ്ടും തിന്മ തന്നെ പരാജയപ്പെട്ടുകൊള്ളും. തിന്മ ശരിക്കും ജയിക്കുന്നത് നിങ്ങളും തിന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ തിന്മയായി തന്നെ പ്രതികരിക്കുമ്പോഴാണ്. ഉദാഹരണം പറഞ്ഞാൽ അവൻ നിങ്ങളെ ചീത്ത വിളിക്കുന്നു, നിങ്ങളും ചീത്ത വിളിക്കുന്നു. അപ്പം നിങ്ങൾ ചീത്ത വിളിക്കുന്നു എന്നുള്ള നെഗറ്റീവ് കാര്യത്തിലേക്ക് എത്തി. അപ്പോൾ തിന്മയും തമ്മിൽ അവിടെ ആയി. അപ്പോൾ അതിൽ സാത്താൻ തന്നെയാണ് എന്തായാലും ജയിക്കുന്നത്. പക്ഷേ നിലപാടുകൾ ഉണ്ടാകുന്നതും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും തെറ്റല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണാലിറ്റീനെ അഡ്രസ്സ് ചെയ്യണം. അതായത് നിങ്ങളുടെ വ്യക്തിമുദ്രകളുണ്ടല്ലോ മനുഷ്യന്. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്നതോ അഭിപ്രായമില്ലാത്തവരാണോ എന്നല്ല, ആത്മവിശ്വാസം ഇല്ലാത്തവരാണോ എന്നല്ല പറയുന്നത്. വിവേകമുള്ളവരായിരിക്കണമെന്ന് മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ അങ്ങനെയല്ല, ഞാനത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തതിന്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആർക്കും പറ്റില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. വാക്കുകൾ കൊണ്ടാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടാണെങ്കിലും. നിങ്ങളുടെ എതിരാളി ജയിക്കുന്നത് എപ്പോഴാണ്? അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ
എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ശരിക്കും അവർ ജയിക്കുന്നത്. നിങ്ങളെപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മനുഷ്യർ നമ്മുടെ പാരയൊന്നും അവനെ ഏക്കണില്ല എന്ന് തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യം, അവർ തന്നെ പരാജയപ്പെട്ടുകൊള്ളും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതി, ശാന്തമായിട്ടിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തു കൊള്ളാം. അതുപോലെ നിങ്ങൾ കരുത്തുള്ളവരായിരിക്കണം. ഇപ്പോൾ അവരെന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ലൈഫ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ജോലി മേഖലയിലുള്ളവർ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് എന്നെക്കുറിച്ച് അറിയാം. ഞാൻ ആലോചിക്കും നാൻസി എന്ന് പറയുന്ന ആളാരാണ് ശരിക്കും. എനിക്ക് കുറവുകളുണ്ട്, പക്ഷേ ആ കുറവുകളെ കുറിച്ചൊക്കെ എനിക്ക് ധാരണയുണ്ട്. പക്ഷെ ഇവർ പറയണതല്ല എന്തായാലും ഞാൻ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്തിനാണ് ആകുലപ്പെടുന്നത്? എനിക്ക് എന്നെക്കുറിച്ച് അറിയാലോ. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ നന്ദി പറയുന്നു. പ്രതികാരം ചെയ്യാതിരുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ഇറ്റ്സ് എ സ്ട്രഗിൾ ആക്ച്വലി. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പേരൊക്കെ ഇന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നുണ്ട്, സ്ട്രഗിളാണത്. എന്ന് എണീറ്റ് യുദ്ധത്തിന് വന്ന് പറഞ്ഞൊരു സ്ട്രഗിളാണ്. മനുഷ്യന് സമാധാനം വേണ്ട അല്ലേ? അപ്പോൾ മാനസികമായ യുദ്ധങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ദൈവം തന്നൊരു ചിന്തയാണ്, പ്രതികാരം ചെയ്യാതിരുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? അപ്പോൾ ഞാനിങ്ങനെ റിവൈൻഡ് അടിച്ച് നോക്കണം. എൻ്റെ ലൈഫിലുണ്ടായ മൊമെൻറ്റുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ആലോചിക്കുമ്പോൾ സംഭവം ശരിയാണ്. എനിക്കൊരു നഷ്ടവും വരാതെ എൻ്റെ അപ്പനായ ദൈവം എന്നെ നോക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ആയുധമെടുക്കുമ്പോഴും, എൻ്റെ ശത്രുക്കൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും, എൻ്റെ പേര് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും എനിക്ക് വേണ്ടപ്പോഴെല്ലാം ദൈവം ഇടപെടുകയും എനിക്ക് ശക്തി തരികയും എന്നെ നയിക്കുകയും. ഞാൻ ദൈവം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ പ്രതികരിക്കരുത്, നീ ക്രിസ്തുവിൻ്റെ പടയാളികളെ പോലെ കഷ്ടപ്പാട് സഹിക്കണം, നീ ശക്തനോട് മത്സരിക്കാൻ പോകരുത്, നീ നിശബ്ദമായിട്ടിരിക്കണം, നീ പ്രതികാരം ചെയ്യരുത്, നീ സംസാരിക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങളിൽ ദൈവവചനം അനുസരിച്ച് ഞാൻ ജീവിച്ചപ്പോൾ എനിക്കൊരു നഷ്ടം വരാതെ നോക്കാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദൈവം എൻ്റെ പേര് വരേണ്ട അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മനുഷ്യന്മാർക്ക് തടയാൻ പറ്റിയിട്ടില്ല. എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് മനുഷ്യന്മാർക്ക് തടയാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏതെങ്കിലും മേഖലയിൽ എനിക്ക് ഉയർച്ച തരാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തന്നിട്ടുണ്ട്, അത് മനുഷ്യന്മാരെ കൊണ്ട് തടയാൻ പറ്റിയിട്ടില്ല. അതായത് ഞാൻ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തപ്പോൾ മനുഷ്യരിൽ നിന്നുണ്ടായ ഒരു ആയുധവും എന്നെ തോൽപ്പിക്കാതിരിക്കാൻ എൻ്റെ ദൈവത്തിന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഞാൻ 1-ാം സ്ഥാനം ദൈവത്തിന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒരു കുറവും വന്നിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ എന്നെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ പുറകിലോട്ട് നിർത്തുന്ന അല്ലെങ്കിൽ എന്നെ കൊള്ളില്ല എന്നും എന്നെക്കുറിച്ച് മോശമാവുന്ന ഒരു ഇമേജൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാർ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചതെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ദൈവം ഏറ്റവും ശക്തമായിട്ട് എന്നെ ഉയർത്തിയിട്ടുള്ളതും. ആ ഒരു എൻ്റെ പേരോ അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയോ കുറച്ച് ഓക്കെ ഇതിനൊക്കെ പറ്റുന്ന ആളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. അത് ഞാൻ ദൈവവചനം അനുസരിച്ചപ്പോൾ എനിക്കൊരു നഷ്ടം വന്നിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രതികാരം ചെയ്യാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരാനായിട്ട് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, പക്ഷേ നിങ്ങൾ കരുത്താർജിക്കണം. നിങ്ങൾ ശത്രുക്കളെ പേടിച്ച് ഓടരുത്. ശത്രുക്കൾ എന്ത് പറഞ്ഞാലും ഓക്കെ, എല്ലാം കർത്താവിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതാണ് ശരിക്കുള്ള സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊരു തോട്ടുണ്ട്, ഈ ലോകത്ത് ഇങ്ങനത്തെ തിയറിയൊക്കെ വെച്ച് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോക മനുഷ്യരല്ല, വി ആർ ജസ്റ്റ് വിസിറ്റേഴ്സ് ഹിയർ. നമ്മൾ സോൾ പീപ്പിളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ദൈവത്തിന് പറ്റും. അവൻ്റെ എല്ലാ യുദ്ധങ്ങളും ചെയ്യുന്നത് അവൻ ഒറ്റയ്ക്കല്ല, ദൈവമാണ് അവന് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ആയുധം നിങ്ങൾ താഴെ വെച്ചു ദൈവത്തെ പ്രതി എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നത് ദൈവമാണ്. മനുഷ്യരെ പേടിക്കരുത്, മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം അതിനെ അനുവദിക്കത്തില്ല. ദൈവം അതിനു വേണ്ടി അല്ല അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മകനും മകളോ ഒരാളാൽ ആക്രമിക്കപ്പെടുമ്പോൾ കൈയും കെട്ടിയിരിക്കുന്ന ഒരു അമ്മയുണ്ടാവുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്നെക്കുറിച്ചും എൻ്റെ കർത്താവ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ദൈവം ഇറങ്ങി വരില്ലേ? ഐ ബിലീവ് എൻ്റെ ദൈവം വരും. അപ്പോൾ നിങ്ങൾക്കും അത് വിശ്വസിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നേരിട്ട് തിന്മ നിറഞ്ഞ മനുഷ്യരായി തീരാതിരിക്കാൻ ശ്രമിക്കണം. ശത്രുക്കളിൽ നിന്നും എതിരാളികളിൽ നിന്നും ഉണ്ടാകുന്ന ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ ശക്തിപ്പെടുത്താനും നിങ്ങളെ സഹായിക്കാനും ദൈവം കൂടെയുണ്ട്. അവരോ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിച്ചു. ഞാനോ ലോകത്തെ മുഴുവനും എൻ്റെ ശത്രുക്കളെയും അങ്കുലീയ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവമായ കർത്താവിലെത്ര എൻ്റെ പ്രത്യാശ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവട്ടെ, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതും എന്ന് വിശ്വസിക്കണം. ദൈവം പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.